Hi guys, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബക്കറ്റ് ചിക്കൻ ആയിട്ടാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആണ്, പക്ഷെ നമുക്ക് ഇപ്പോഴാണ് ഈ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചാൻസ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ബക്കറ്റ് ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം വേണ്ടത് ഒരു ഫുൾ ചിക്കൻ ആണ്. നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന ഫുൾ ചിക്കൻ ആണ്. പിന്നെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മൾ 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി നമ്മൾ 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ക്രഷ്ഡ് ചില്ലി നമ്മൾ 4 ടീസ്പൂൺ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളക് ക്രഷ് ചെയ്യാം. നമുക്കിവിടെ ക്രഷ്ഡ് ചില്ലി ഉള്ള കാരണം നമ്മളത് എടുത്തു എന്നുള്ളൂ. പിന്നെ നമുക്ക് ഒരു മുഴുവൻ നാരങ്ങ വേണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു വെളുത്തുള്ളി. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് പേസ്റ്റ് ആക്കണം. അതുപോലെ നമുക്ക് മുളക് പൊടി ഇടാം. പിന്നെ നമ്മളെടുത്ത് വെച്ച ക്രഷ്ഡ് ചില്ലി, നമുക്ക് ആദ്യം ഇതൊന്ന് പോയി നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം. നമ്മൾ പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ഒരു പിടി കറിവേപ്പിലയും, പിന്നെ ആവശ്യത്തിന് എണ്ണയും. നമ്മൾ എണ്ണയുടെ അളവ് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ നമ്മളിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒരു പാത്രത്തിലോട്ടിടാം. ഇതിൻ്റെ അകത്ത് കറിവേപ്പില ഇട്ടായിരുന്നു, ഞാനത് പറയാൻ വിട്ടുപോയി. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ടിടാം. നാരങ്ങ നീര് നമ്മൾ ഒഴിച്ച് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇതിലോട്ടിടാം. നമുക്ക് കുറച്ചിട്ടാൽ മതി ആ സ്റ്റാർട്ടിങ്. നമുക്ക് എന്നിട്ട് ഉപ്പ് ഇല്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. നമുക്കിനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചിക്കനിലോട്ട് പുരട്ടി കൊടുക്കാം. നമ്മൾ മസാല നന്നായി മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കനിലോട്ട് പുരട്ടി കൊടുക്കാം. നമ്മളൊരു ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് നമ്മുടെ കൈ എരിയാതിരിക്കാനായിട്ട്. നമുക്ക് ഈ വടവിലോട്ടൊക്കെ നന്നായി മസാല പുരട്ടി കൊടുക്കാം. നമ്മളിപ്പോൾ എല്ലാത്തിലും നമ്മൾ മസാല പുരട്ടി. ഇനി നമുക്ക് ഇത് ഒരു 1 മണിക്കൂറോളം നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചിക്കൻ നിർത്താനായിട്ട് നോക്കുന്നത്. പിന്നെ നമ്മളൊരു കമ്പി, ഈ നൂൽക്കമ്പി പോലത്തെ ഒരു കമ്പിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നാട്ടിലത്തെ വാഴയിലൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി അടയ്ക്കാൻ നമ്മളിവിടെ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ ഇവിടെ മണ്ണെടുത്ത് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ചിക്കൻ ഇറക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കെട്ടാൻ പോവാണ്. നമുക്ക് ചിക്കൻ എടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ ഇറക്കാം. അപ്പം നമ്മളിത് ആ ചിക്കൻ സ്റ്റാൻഡിൽ നമ്മൾ കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ കുഴിയിലേക്ക് നമുക്ക് ഇറക്കി വയ്ക്കാം. അപ്പം നമ്മൾ കുഴിയിലേക്ക് നമുക്ക് ചിക്കൻ ഇറക്കാം. ഇനി നമുക്ക് 2 കല്ലെടുക്കാം. നമ്മൾ ഓൾറെഡി ഫോയിൽ പേപ്പർ പൊതിഞ്ഞ് വെച്ചിരിക്കുന്ന കല്ലാണ്. നമുക്കപ്പോൾ സപ്പോർട്ടിനായിട്ട് കല്ല് അപ്പുറം ഇപ്പുറം നമുക്ക് വെച്ച് കൊടുക്കാം. ഗ്യാപ്പിൽ കുറച്ച് മൈദ വെച്ച് ഫില്ല് ചെയ്യാം. നമുക്ക് സൈഡിൽ കൂടെ മൈദ ഒട്ടിച്ച് കൊടുക്കാം.
കുറച്ച് കരിയില ഇടാണ് ഇതിനകത്ത്. നമുക്ക് കുറച്ച് ചുള്ളിക്കമ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് നല്ല തീയിലും പിന്നെ ഒരു 5 മിനിറ്റ് കണ്ണലിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വെള്ളം ഒഴിച്ച് കെടുത്താം. നമ്മൾ ആ മേലെ ഇരുന്ന കല്ല് നമ്മൾ മാറ്റി നമുക്കിനി ഇത് അതൊന്നും നമുക്ക് പൊട്ടിച്ച് നമ്മൾ ഒട്ടിച്ച മൈദ നമുക്ക് പൊട്ടിച്ച് പയ്യെ ഇതൊന്ന് ഇളക്കിയെടുക്കാം. പയ്യെ വരുന്നുണ്ട്. നമുക്ക് ബക്കറ്റ് ചൂടാണ്, അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചിട്ട് വേണം നമ്മളത് എടുക്കാനായിട്ട്. ഓക്കെ, ചിക്കൻ നമ്മൾ തുറന്നു. അപ്പം നല്ല മണം വരുന്നുണ്ട്. ചിക്കൻ നന്നായി വെന്തൊരു മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചൂടുണ്ട്, അപ്പം നമ്മൾ സൂക്ഷിച്ച് വേണം നമ്മൾ ഇത് മാറ്റാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.